അതുപോലെ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വിഷ്ണു ടി ആറിനെ സുരേഷ് ചേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ ഇന്ന് വരെ എത്രയോ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. എനിക്ക് ഇൻഡസ്ട്രിയിൽ വരാൻ നേരത്തെ സീരിയലിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ചതിയിൽപ്പെട്ട് എനിക്ക് ആ ചാൻസ് പോയതാണ് ഓൾറെഡി. പക്ഷേ അത് ചാൻസ് പോയതിൻ്റെ റീസൺ ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ചാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കെയർ ഓഫിലാണ് അവനും വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവരുമായിട്ട് വലിയ അടുപ്പങ്ങളായി, അവർക്ക് ഒരുപാട് ട്രീറ്റ്, അവർക്ക് അത്യാവശ്യം കാശുള്ള ഒരാളായിരുന്നു. അത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കൊക്കെ അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഫോളോ അപ്പ് ചെയ്തപ്പോഴത്തേക്കും സഞ്ജു വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു വമ്പൻ നല്ലൊരു സ്റ്റാറിൻ്റെ കൂടെ കൂട്ടുകാരനായിട്ട് അദ്ദേഹത്തിന് ഞാൻ ചാനലിൽ കണ്ടു, അവരുടെ തന്നെ സീരിയലിൽ. പക്ഷേ എനിക്ക് ആ സീരിയലിൽ വരാൻ പറ്റിയിട്ടില്ല. ഒരു ഫേമസ് ചാനൽ ഏതാ? ഇല്ല, ഞാനത് പറയുന്നില്ല. ഇല്ല, അതൊരിക്കലും നമ്മൾ ശരിയല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം. മെനിഞ്ഞാന്നോ അതിന് മുന്നേ വിഷ്ണു എൻ്റെ നല്ല സുഹൃത്താണ്. വിഷ്ണുവിനോട് ഞാനിപ്പോൾ പഞ്ചാഗ്നിയിൽ സി കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും പൊളിറ്റീഷ്യൻ തന്നെയാണ്. ഇപ്പം ലൂസിഫറിൽ അഭിനയിച്ചതിന് ശേഷം എല്ലാവരും എന്നെ ഈ വെള്ളമെല്ലാം അതിലേക്ക് വരണം. പക്ഷേ നമ്മളത് ഫിനിഷ് ചെയ്യണം. വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും. കാര്യം സാറിന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എപ്പോഴൊക്കെ ഉള്ളതെന്നറിയില്ല. വിഷ്ണുവിനെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഇടുന്നത് ഞാൻ വിഷ്ണുവിന് തിരിച്ച് റിപ്ലൈ കാണിച്ചു കൊടുക്കാം. അത് വേണം. പിന്നെ ഏതെങ്കിലും ദിവസം അവനത് കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. കാര്യം ഇനി അടുത്ത എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, മല്ലികയുമായിട്ട് ഭയങ്കര കണക്ഷനാണല്ലേ? എനിക്കൊന്ന് വമ്പൻ താരനിരയായിട്ടാണ് സഞ്ജുവിന്റെ കണക്ഷൻ. പക്ഷെ അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ മല്ലികാമയായിട്ടുള്ളൊരു ഇഷ്ടം അതിലൂടെയാണോ ഈ ഇമ്പുരാനിൽ പോയതും തീർച്ചയായിട്ടും ലൂസിഫറിൽ പോയതും? അതെ, എനിക്ക് അതായത് ബാവയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അതിന്റെ അസോസിയേറ്റ് ബാവയൊക്കെ കൊട്ടാരക്കര. അതെ, എൻ്റെ അധ്യാപകനായിരുന്നു കേട്ടോ, മലയാളം ഭാഷ. ശരി, കൊട്ടാരക്കര വലിയ സ്നേഹമാണ്. ഓൾറെഡി ഓരോ സീന് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹൈറ്റ് ഉള്ളവരാണ്. ഇപ്പം എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല. ബൈചേട്ടൻ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടിലാണ് എന്നെ നിർത്തുന്നത്. ബൈചേട്ടൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ അവൻ്റെ ഷോൾഡറിനോട് ചെറുത് എന്നെ കിട്ടാണ്ട് മൈക്കിൽ കൂടി 4000 പേര് നിൽക്കുമ്പോൾ പൃഥ്വിരാജ് സാറ് അലോൺസ് ചെയ്യുന്ന വേർഡ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും വേർഡ് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ വിൽക്കുന്നു കാര്യം അദ്ദേഹം മൈക്കിൽ കൂടി വിളിച്ച് പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ ഇതാണ് പുള്ളി വിളിക്കുന്നത്. എൻ്റെ പേര് എനിക്കിപ്പോഴും തോന്നുന്നു സഞ്ജു എന്നാണെന്ന് പൃഥ്വിരാജ് സാറിന് അറിയില്ല. എന്നെ വിളിക്കുന്നത് ബൈച്ചേട്ടൻ്റെ അടുത്ത് തന്ത്രിയുടെ മകൻ നീങ്ങി നിൽക്കുന്നാണ് പറയുന്നത്. അച്ഛനെ ഓർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുന്നത് തന്ത്രിയുടെ മകൻ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് ചോദിച്ചു, എന്താ ഈ അച്ഛനെ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആ പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞപ്പം ഇപ്പം കണ്ണീന്ന് വെള്ളം വരുന്ന ചേട്ടൻ്റെ അതൊരു ഇമോഷണൽ അല്ല, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സങ്കടം കണ്ണീരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം ഭയങ്കര ഹാപ്പിയായി അങ്ങനെ വിളിച്ചപ്പോൾ. 4000 പേരുടെ ഇടയിൽ നിൽക്കുന്ന സീൻസ്. പിന്നെ അതിനകത്തുള്ള ഞാൻ എൻ്റെ സസ്പെൻസ് ഒന്നും പറയുന്നത് ശരിയല്ല. മോഹൻലാലിന് ഒരു ക്രൂഷ്യലായിട്ട് ടി വിയിൽ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ സമയത്തും ഏത് സീൻസിൽ ഈ 5 പേരിൽ വന്നാലും ബൈച്ചേട്ടൻ്റെ പ്രിഫറൻസ് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. എന്നെ പിടിച്ച് മാറ്റിയിട്ട് ഫ്രണ്ടിൽ കയറെന്ന് പറയുന്ന ഒരു സീനുണ്ട്. മഞ്ജുവാര്യർ പോകുമ്പോൾ മഞ്ജുവാരിൻ്റെ ദേഹത്ത് പിടിക്കാനുള്ളൊരു സീനുണ്ട്. ബാക്കി എല്ലാവരും തള്ളത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും പ്രിഫറൻസ് അവർ തരുന്നുണ്ട്. അപ്പം ഞാൻ 6 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഞാൻ താലിൽ തൊട്ട് തൊഴാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ മാറിയായിരുന്നു. അപ്പം ഇനി എനിക്കൊരു 6 ദിവസം ഡേറ്റ്, 12 ദിവസം. ഇത് എമ്പുരാൻ്റെ കാര്യം. എമ്പുരാനില് വന്ന കാര്യം എങ്ങനെ ആ കഥയോടെ പറയാം? എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിഹന്റെ ക്യാമറയിൽ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് പൃഥ്വിരാജിലേക്ക് പോയത്? എങ്ങനെയാണ്? കുറച്ച് മുമ്പേ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ മല്ലികമ്മയുടെ അച്ഛനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് രാഷ്ട്രീയക്ക്. അപ്പം 2 പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ലൂസിഫറിൽ ഞാൻ പറഞ്ഞ അച്ഛാ ഒരു ദിവസം എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടുമ്പോൾ ഒന്ന് വാ. അപ്പോൾ ഇന്ദ്രതേട്ടനും ഉണ്ട്, ഈ പൃഥ്വിരാജ് സാറും ഉണ്ട്, 2 പേരും ഉണ്ട്. അപ്പോൾ വാ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇന്ദ്രതേട്ടനെ ജയിലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ലൂസിഫറിൽ പിടിച്ചുകൊണ്ട് പോകുന്ന സീനിൻ്റെ അന്ന് നെയ്യാറ്റിൻകര വെച്ചായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ ആ അറസ്റ്റ് ചെയ്ത് പോകുന്ന സീനിൽ അച്ഛൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അച്ഛൻ വന്നപ്പോൾ. കാര്യം എന്ന് വെച്ചാൽ പൃഥ്വിരാജ് സാർ ഭയങ്കര റഫ് ക്യാരക്ടറാണ് എല്ലാവരും പറയുമെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ്റെ ക്യാരക്ടറിനാണ് പുള്ളിയുടെ ക്യാരക്ടർ. അതുകൊണ്ടാണ് പെർഫെക്ഷന് വേണ്ടി പുള്ളി എത്ര ഷോട്ട് വേണം എടുക്കും. അത് മോനെ ശരിയായില്ലെന്ന് പറയാം. ഇപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ വരികയും ചെയ്തു. എനിക്കാണെങ്കിൽ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പൃഥ്വിരാജ് അച്ഛനൊരു കണ്ടിട്ടില്ല, കാണാൻ വേണ്ടിയല്ല വന്നിട്ട്. പക്ഷേ ഞാൻ അപ്പോഴും ഷോക്കായിപ്പോയി. പുള്ളിക്കാരനും ഇന്ദ്രജിത്തേട്ടനും ഞാൻ ആറ്റുകാൽ ഗുരുസ്വാമി എന്ന് പറഞ്ഞപ്പം അപ്പം മാഡം എപ്പോഴോ പറഞ്ഞിരിക്കുന്ന ഒരു ഓർമ്മ, ഭയങ്കര മെമ്മറി പവറാണ് അവർക്ക്. ഒരു 2 പേരും എഴുന്നേറ്റു. അതിന് 2 പേരും എഴുന്നേറ്റിട്ട് കാലിലും തൊട്ട് തൊഴുതല്ല, കയ്യിൽ തൊട്ടിട്ട് തൊഴുത്. അപ്പം പറഞ്ഞു, എൻ്റെ മകനും ഇതിലുണ്ട്, എല്ലാം മംഗളമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് പറഞ്ഞു. അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ പുള്ളിക്കാരൻ നിൽക്കുകയാണ്, ഭ്രാന്തായിട്ട് വട്ടായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം തന്നെ പുള്ളിക്കാരെ ഇറങ്ങി. പക്ഷേ എനിക്ക് അന്ന് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അച്ഛനായിട്ട് അത് പറ്റിയില്ല. പക്ഷെ അത് എപ്പോഴെങ്കിലും ഞാൻ മലയാളത്തിൻ്റെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. ഇനി സാധിക്കുമോ? ഉറപ്പായിട്ടും. അല്ല, അത് ഉറപ്പായിട്ടും വരും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഷോട്ടിൽ വല്ലതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. മല്ലികമ്മയുടെ ഒരു ദിവസം ഇവിടെ ഷൂട്ട് നടന്നത് എനിക്ക് മഞ്ജു വാര്യർക്ക് ലൂസിഫർ മരിക്കുമ്പോൾ ആ സീനിൽ എനിക്ക് ബൈച്ചോട്ടനോടെ ഞാനില്ല.
ആ സീനിൽ ഞാനില്ല. ആ സീനിൽ ഞാൻ ഇല്ലാത്തത് ലൂസിഫർ തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ധാരണ അതിലൊന്നും നടക്കത്തില്ല. അപ്പം അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഈ മാഡം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയാം, അല്ലെങ്കിൽ നീ പറഞ്ഞു നോക്ക്, നീ ഒരു വാക്ക് വിളിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആ സീനിലുണ്ടായിരുന്നു, ആ സീനിൽ ബാക്കിയുള്ള സീനിലുള്ള ബൈച്ചറിൻ്റെ കൂടെ ഉള്ളൂ, അതിൽ ഞാനില്ല, അതിലേക്ക് പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞു. മല്ലിയ മേഡത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, മോനെ മല്ലിയ മേഡം ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ ഞാൻ അതിൽ ഒന്നിനും ഇടപെടാറില്ല, ആർട്ടിസ്റ്റിനെ എടുക്കുന്ന കാര്യത്തിൽ വേറൊന്നും. കാര്യം അവൻ്റേതായ കുറേ സ്ട്രാറ്റജിയുണ്ട്, അതുവഴി മാത്രമേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ മാഡം, പറ്റിയാലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് പിന്നെ വാവയ്ക്കടയും താഴെയുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്നെ ഫോൺ ചെയ്യുകയാണ്. അപ്പം അല്ല, ലൂസിഫറിലേക്ക്. ഞാനിപ്പോൾ ഷോക്കായി. ഇപ്പം നാളെ ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന്. വിമൻസ് കോളേജിലായിരുന്നു ഷോട്ട്. വിവേക് ഒബ്രയെ കാണാൻ വേണ്ടി ലാലേട്ടൻ കയറി വരുന്ന സീനാണ്. ബൈച്ചേട്ടൻ ഞങ്ങളിവിടെ നടന്നു പോകുന്ന സീനാണ്. അത് പിറ്റേ ദിവസം വരുന്ന, എൻ്റെ തലേ ദിവസം വരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, മല്ലിയ ചേച്ചി വിളിച്ചത്, ചേച്ചി എന്നാണ് പറഞ്ഞത്, മല്ലിയ ചേച്ചി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഷോക്കായി പോയി. പറഞ്ഞു എന്നുള്ളത് അസോസിയേറ്റ് പുള്ളിക്കാരനൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, പൃഥ്വിരാജ് സാറിനൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ മല്ലിയ ചേച്ചി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ ആര് വഴി അറിയിച്ചു എന്ന് എനിക്ക് ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു നാളെ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ, താടി വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും താടിയുള്ളവർ, അപ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ, ഷേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താടി വയ്ക്കാറുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ആ ലൂസിഫറിൽ ഫുൾ ക്ലീൻ ഷേവ് ആയത് ഓൾറെഡി. പക്ഷേ ഷേവ് ചെയ്തിട്ട് ഞാൻ പിറ്റേന്ന് പോയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ക്യാരവൻ കിടക്കുന്നതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ഇവിടെ കയറിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ക്യാരവൻ കിടക്കുന്ന താഴെ 5-6 സീറ്റ് കിടക്കുന്നു. അപ്പം അതിനകത്ത് അനീഷ് മേനോൻ, അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു ദൃശ്യത്തിൽ, മോഹൻലാലിൻ്റെ അനീഷ് ഏട്ടനും വേറെ 2 പേരും ഇരിക്കുന്നു. അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞ സഞ്ജുവിൻ്റെ അടുത്ത്, ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ആ കസേര ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് സ്പെഷ്യലായിട്ടുള്ള എന്തോ റോളാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടെ ക്യാരവൻ്റെ താഴെ, ആ ക്യാരവൻ ബൈച്ചേട്ടൻ്റെയാണ്, അതിൻ്റെ താഴത്ത് ആ കസേരയിലാണ്. അപ്പം ഞാൻ പുള്ളിക്കാരി വിളിച്ചു, മാഡം എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ വീട്ടിലാണ് ഊണ് കഴിക്കാൻ പോകുന്നത്. പൃഥ്വിരാജ് സാറ് പേയാട് വീട്ടിൽ ഓൾറെഡി ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഒരു സോഫ്റ്റ് കൗണ്ടർ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോകാറുള്ള ആറ്റുകാലുള്ള ഗുരുസ്വാമിയുടെ മോൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും മിണ്ടിയിലാണ് പക്ഷേ പുള്ളിക്കാരൻ അറിയാതെ ഒരിക്കലും എനിക്ക് ചാൻസ് തരില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ പറയുന്നത്, ബൈജുവിൻ്റെ ടീമിൻ്റെ കൂടെയാണ് സഞ്ജുവിനെ ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേട്ടൻ അതിനകത്തെല്ലാം ചെയ്തിരിക്കുന്ന ഈ രാഷ്ട്രീയ വേഷങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീരിയലിൽ മാനത്തെ കൊട്ടാരത്തിൽ രാഷ്ട്രീയ വേഷം തന്നെയാണ്. ചേട്ടൻ്റെ കണ്ണ് ചില സമയങ്ങളിൽ നിറയാറുണ്ടെന്ന് തോന്നുന്നു, ചില വാക്കുകൾ പറയുമ്പോൾ അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. എന്തെങ്കിലും അത് പറയണോ ചോദിക്കണോ വിചാരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ നാണം കെട്ടൊരു സംഭവം ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രി തന്നെ, അത് പറയാൻ പറ്റും? പറയേണ്ട കാര്യങ്ങൾ എവിടെയായാലും തുറന്നടിച്ച് പറയാം. എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞ ഒറ്റ വാക്കിൽ ഞാൻ ചുരുക്കി പറയാം, ഞാനിപ്പോൾ 40 ആയി ഏജ്, എനിക്ക് 40 ഓൾറെഡി. ഞാൻ MG കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്, മോഹൻലാലൊക്കെ പഠിച്ച കോളേജ്, മോഹൻലാൽ പഠിച്ച സ്കൂള് മോഡൽ സ്കൂളിലാണ് പഠിച്ചത് ഓൾറെഡി. അപ്പോൾ ആ കാലയളവ് മുതൽ ഇതൊരു അഹങ്കാരമല്ല, ഞാനിപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കേണ്ട ഒരു റേഞ്ചിലെത്തേണ്ട ആളായി.